ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. ഇത് തയ്യാറാക്കാനായിട്ട് കൂടുതൽ സമയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറും 10 മിനിറ്റ് മാത്രം മതി. പിന്നെ സവാളയും കാര്യങ്ങളൊന്നും നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് തയ്യാറാക്കാൻ പറ്റും. മുട്ടയും ബ്രെഡൊക്കെ വെച്ചിട്ട് നമ്മൾ പല രീതിയിലും സ്നാക്സൊക്കെ തയ്യാറാക്കലുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്സാണ് കേട്ടോ. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. അപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്സ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഞാനൊരു 5 ബ്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ സൈഡ് വശത്തുള്ള ഒരു കാപ്പി കളർ ഉണ്ടല്ലോ, അതൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. മുഴുവനായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. സ്നാക്സിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതലൊക്കെ എടുക്കാം കേട്ടോ. ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം രീതിക്കൊന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. കണ്ടത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ സ്നാക്സൊക്കെ തയ്യാറാക്കാനായിട്ട് ബ്രെഡ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ളതിനെ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ചില ബ്രെഡൊക്കെ മധുരം കൂടുതലുള്ളതുണ്ടാവും. അപ്പോൾ അതെടുക്കാതെ മധുരം കുറവുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതെടുക്കുക സ്നാക്സൊക്കെ തയ്യാറാക്കാൻ. അല്ലെങ്കിൽ സ്നാക്സ് തയ്യാറാക്കി കഴിയുമ്പോൾ ചെറിയൊരു മധുരമായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം എന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ വെള്ളം അധികമായി പോവും. അപ്പോൾ നമുക്ക് സ്നാക്സ് തയ്യാറാക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടൂല. ചെറിയൊരു നനവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ കയ്യിൽ കൂട്ടി പിടിക്കുമ്പോൾ ഒന്ന് സെറ്റായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി മുറിച്ചത്, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയൊക്കെ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് ഈ ഒരു സ്നാക്സിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇതിൽ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ചും കൂടെ സ്പൈസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേറെ നമ്മൾ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ചിക്കൻ മസാല അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്ര മാത്രം മതി. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബ്രെഡിൽ ചെറിയൊരു ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ആ സവാളൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുമ്പോൾ ഇതിൽ നമ്മൾ ഒരു പൊടികളും ചേർക്കുന്നില്ല. അതായത് അരിപ്പൊടിയോ മൈദ ഗോതമ്പ് പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് കൈവച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ 3 മുട്ട പുഴുങ്ങിയത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വെള്ളയും മഞ്ഞയും എല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ 5 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴും കുഴപ്പമൊന്നുമില്ല. പിന്നെ മുട്ടയുടെ അളവൊക്കെ കൂടുതലാണെങ്കിൽ നമ്മുടെ സ്നാക്സ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ നമുക്കൊന്ന് സെറ്റായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുന്നത് ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് കട്ട്ലേറ്റിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലാണ്. അതാകുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ കുറച്ച് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ, അതായത് മുട്ടയുടെ മഞ്ഞയൊക്കെ ചേർത്തതല്ല, അത് കാരണം ഒന്ന് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓയിലൊന്ന് കയ്യിൽ ആക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഒരുപാട് വലുപ്പത്തിലൊന്നും ഞാൻ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ചെറിയ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റൊക്കെ നമ്മളൊരു കുപ്പിയുടെ അടപ്പിൽ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കുമല്ലോ, അതുപോലെ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് സാധാരണ കട്ട്ലേറ്റ് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമ്മൾ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് പൊടിയിലൊന്ന് നമ്മൾ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ തവണ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് 2 മുട്ടയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തതാണ്. ഇത് മുട്ടയിൽ തന്നെ ഡിപ്പ് ചെയ്തെടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചെറിയ രീതിയിലൊരു ബാറ്റർ തയ്യാറാക്കിയിട്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മുഴുവനായിട്ടും ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ബ്രെഡ് പൊടിയിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എത്ര വേണമെങ്കിലും ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ മുഴുവനായിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ മുങ്ങിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോഴത്തെ പാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എണ്ണം ഒരേ സമയം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കും. ഇതിൽ കൂടുതലായിട്ട് കുക്കായി കിട്ടേണ്ട ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം 1.5-2 മിനിറ്റ് ആകുമ്പോഴത്തേന് ഒരു സൈഡ് ആയി കിട്ടും കേട്ടോ. ഈ ഒരു കളർ ആകുമ്പോഴത്തേന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എന്നിട്ട് ആ ഒരു ഭാഗം ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇത് തിരിച്ചിട്ടതിൻ്റെ ശേഷം 1 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ആ ഒരു ഭാഗം റെഡിയായി കിട്ടും. ഏകദേശം ഒരു 3 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റായി. ആ ഒരു സൈഡും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓയിലിൽ നിന്ന് മാറ്റാം. വെറും 3 മിനിറ്റ് മാത്രം മതി കേട്ടോ ഈ ഒരു സ്നാക്സ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും. ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഓയിലിന് ചൂട് കുറവാണെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്നാക്സ് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. മുട്ടയൊക്കെ വെച്ചിട്ട് ഇതുപോലെ സ്നാക്സ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ്. അതായത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൽ ചേർത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. കുറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തു. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ബ്രെഡും മുട്ടയും വെച്ചിട്ടൊക്കെ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. കണ്ട ഉൾവശം നല്ല സോഫ്റ്റാണ്, പുറംവശം ചെറിയ രീതിയിലൊരു ക്രിസ്പിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക.